പുലികളിയെ അധിക്ഷേപിച്ച എഴുത്തുകാരനും നടനുമായ വി.കെ. ശ്രീരാമന്റെ ഫേസ്ബുക്ക് കുറിപ്പിനെതിരെ പ്രതിഷേധം. പുരുഷന്മാരുടെ രൂപവൈകൃതത്തെ കലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആഭാസമാണ് പുലികളിയെന്നും കണ്ടാൽ ഓക്കാനം വരുന്ന ഇത്തരം ഒരു കലാവൈകൃതം ലോകത്തൊരിടത്തും ഉണ്ടാകില്ലെന്നായിരുന്നു ഫേസ്ബുക്കിൽ വി.കെ. ശ്രീരാമൻ കുറിച്ചത്. കഴിഞ്ഞ ദിവസം പുലിക്കളി സംഘങ്ങൾക്ക് 24 ലക്ഷം രൂപയുടെ കേന്ദ്ര സഹായം എം.പി. സുരേഷ് ഗോപി കൈമാറിയിരുന്നു. ഇതിനു പിന്നാലെയാണ് വി.കെ. ശ്രീരാമന്റെ ഈ കുറിപ്പ് പുറത്തു വന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. പുരുഷന്മാർക്ക് ഇത്തരത്തിൽ മാറും വയറും വളരുന്നത് രൂപവൈകൃതമാണെന്നും ആ വൈകൃതത്തെ കലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം പോസ്റ്റിൽ പറയുന്നു. ഇത് ഭാരതീയ കലയാണെന്നും നാട്യശാസ്ത്രത്തിൽ ശാർദൂല വിക്രീഡിതം എന്ന ഇതിനെക്കുറിച്ച് പരാമർശമുണ്ടെന്നാണ് സുബ്രൻ സ്വാമി പറയുന്നതെന്നും അദ്ദേഹം പരിഹസിക്കുന്നുണ്ട്. കുറിപ്പിന്റെ പൂർണ്ണരൂപം എങ്ങനെയാണ്? പുരുഷന്മാർക്ക് മാറും വയറും വളരുന്നത് രൂപവൈകൃതമാണ്. ആ വൈകൃതത്തെ കലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നത് ആഭാസവും. ലോകത്തൊരിടത്തും കണ്ടാൽ ഓക്കാനം വരുന്ന ഇത്തരം ഒരു കലാവൈകൃതം ഉണ്ടാവില്ല. ഇതൊരു ഭാരതീയ കലയാണെന്നും നാട്യശാസ്ത്രത്തിൽ ശാർദൂല വിക്രീഡിതം എന്ന ഈ കുംഭകുലിക്ക് കളിയെപ്പറ്റി പരാമർശമുണ്ടെന്നാണ് സുബ്രൻ സ്വാമി പറയുന്നത്. അതാണ് ഒരാശ്വാസം. അതേസമയം ശ്രീരാമന്റെ ഫേസ്ബുക്ക് കുറിപ്പിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പേരാണ് രംഗത്ത് വരുന്നത്. അതേസമയം തൃശൂരിന്റെ പാരമ്പര്യമായ പുലിക്കളിയെ അവഹേളിക്കുന്ന തരത്തിലുള്ള വി.കെ. ശ്രീരാമന്റെ നിലപാട് തികച്ചും പ്രതിഷേധാർഹമാണെന്ന് പുലിക്കളി സംഘങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം കൊടിയേറ്റം കഴിഞ്ഞു. നാലോണം കളറാക്കാൻ തൃശൂരിലെ പുലിമടകളിൽ ഒരുക്കം തുടങ്ങിയിരിക്കുന്നു. ഇത്തവണ പുലിക്കളിയിൽ 9 ടീമുകളാണ് പങ്കെടുക്കുന്നത്. പുലിമുഖങ്ങളുടെയും പുലിവാലുകളുടെയും നിർമ്മാണത്തിന്റെ അവസാന മിനുക്കുപണികളിലാണ് ഓരോ ദേശവും. പുലിക്കളി ആകർഷകമാക്കാൻ കുടവയറുള്ള പുലികളെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് സംഘങ്ങൾ. കുട്ടിപ്പുലികളും പെൺപുലികളും ഇത്തവണയും കളത്തിലുണ്ടാകും. ഓരോ സംഘത്തിലും 35 മുതൽ 60 വരെ പുലികളെയാണ് പ്രതീക്ഷിക്കുന്നത്. നിശ്ചല ദൃശ്യങ്ങളുടെ ഒരുക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം പുലിക്കളി സംഘങ്ങൾക്കുള്ള ധനസഹായം ഇത്തവണ കോർപ്പറേഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഓരോ ടീമിനും കഴിഞ്ഞ തവണ 3,12,500 രൂപയായിരുന്നത് 3.5 ലക്ഷമാക്കി. സംസ്ഥാന ടൂറിസം വകുപ്പ് 50,000 രൂപ വീതവും നൽകും. കേന്ദ്ര സർക്കാർ എല്ലാ ടീമുകൾക്കും കൂടി 25 ലക്ഷം നൽകും. കഴിഞ്ഞ തവണ കേന്ദ്രം പ്രഖ്യാപിച്ച തുക കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കാത്തത് മൂലം ലഭിച്ചിരുന്നില്ല. തുടർന്ന് പുലിക്കളി സംഘങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെട്ടാണ് തുക നൽകാൻ ഉത്തരവായത്. കഴിഞ്ഞ വർഷത്തെ തുക ഇന്ന് കളക്ടറേറ്റിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൈമാറും.